ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്ടിക്സ് കുക്കിങ്ങിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി മിക്സ്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കണം ചെറുതായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഗ്രേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇത് ഉപയോഗിക്കുന്ന ഗ്രേറ്റർ ഇതിൻ്റെ തുളയാണ്, ഇത്തിരി കൂടി വലിയ തുളയാണ്. ഇപ്പോൾ ഇത് വേറൊരെണ്ണം എൻ്റെ കയ്യിലുള്ളതാണ്, ഇത് ഇത്തിരി കൂടി ചെറുതാണ്. ഇതിങ്ങനത്തെ എടുക്കരുത്, നമ്മൾ ഇത്തിരി കൂടി വലിയ തുളയുള്ള ഗ്രേറ്ററാണ് ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ചുരണ്ടിയെടുക്കുക. ഇതിൽ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. എല്ലാം ചുരണ്ടി കഴിഞ്ഞിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അലമ്പി കഴുകണം കേട്ടോ. അത് അതിലെ ആ പശപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് പോകണം. അപ്പോൾ 2-3 തവണയെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നമുക്കിത്. നന്നായി കഴുകിയതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതൊരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് നമുക്കിത് ഒഴിച്ചെടുക്കാം. അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം, അതിൻ്റെ വെള്ളം പോകാനായിട്ട് നന്നായിട്ട്. ഇനി നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം നമ്മൾ ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളം മുഴുവനായിട്ടും കളയാൻ വേണ്ടിയിട്ടാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. ഈ തുണി കൊണ്ട്, ഉണക്ക തുണി കൊണ്ട് നമുക്ക് നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഇപ്പം ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ, നന്നായിട്ട് ക്രിസ്പ് ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടത്. അപ്പോൾ ഇതിന് കളറൊക്കെ മാറിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാധാരണ മിക്സറിലൊക്കെ ഇടുന്ന പോലെ കുറച്ച് കപ്പലണ്ടി വറുത്തിടാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അതൊരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതും നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് കരിവേപ്പില നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. നമ്മൾ സാധാരണ മിക്സറിലൊക്കെ ഇടുന്ന പോലത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ കുറച്ച് ഉണക്കമുളകും, ഇത് രണ്ടും കൂടി വറുത്തതിലേക്ക് ഇടാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം കേട്ടോ. എരിവ് ഇതിന് കൂടുതൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഈ എരിവുള്ള മിക്സറൊക്കെ കഴിക്കില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് നന്നായിട്ട് വരും ഇതിന്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിന്. അപ്പോൾ വീണ്ടും കാണാം.